നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം LDF ഉറപ്പിക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ച UDF-ലും സജീവമായി അങ്ങനെ തുടരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ക്യാമ്പയിനുകളുമുണ്ട്. MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയായേക്കാം എന്ന സണ്ണി ജോസഫിന്റെ 24 ആൻസർ പ്ലീസിലെ പ്രതികരണം വിവാദത്തെ കൂടുതൽ ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായിരുന്നു. അപ്പോഴാണ് KPCC അധ്യക്ഷന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആ പേര് ആരിലേക്കാണ് നീളുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. പുറത്ത് ഭയങ്കര ചൂടാണ്. ആ ചൂടിനെ കവച്ചു വയ്ക്കുന്നതാണ് രാഷ്ട്രീയ ചൂട്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു തലത്തിലേക്ക് ആ ചർച്ച മാറിയിരിക്കുന്നു. UDF-ഉം LDF-ഉം ഒരുപോലെ ഒരു വിജയ പ്രതീക്ഷയിലാണ്. അത് 3.0-ലേക്ക് തുടർഭരണം കിട്ടുമെന്നുള്ളത് LDF പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ UDF ഒരു വലിയ ഭൂരിപക്ഷം, ഒരുപക്ഷെ 100-ലേറെ സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അതിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചയിലേക്കും കടന്നിരിക്കുമെന്ന് എന്നുള്ളതാണ്. മൂന്ന് പേരാണ് പ്രധാനമായും നമുക്കറിയാവുന്ന പോലെ തന്നെ. ഒന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ KC വേണുഗോപാൽ. ഇവർക്കായി സോഷ്യൽ മീഡിയയിലും ക്യാമ്പയിൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. കാരണം അവരുടെയൊക്കെ അനുയായികൾ ഈ രീതിയിൽ ഇന്നാൾ മുഖ്യമന്ത്രിയാകണം എന്നുള്ള രീതിക്ക് ചർച്ച നടക്കുന്നു. അപ്പോൾ MLA അല്ലാത്തൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപക്ഷെ വരാം എന്നുള്ള രീതിക്കായിരുന്നു ഇന്നലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ 24 ആൻസർ പ്ലേസിലെ ഒരു പ്രതികരണം. ഈ പ്രതികരണത്തിന് ശേഷം അപ്പോൾ ഇനി ഹൈക്കമാൻഡ് നേരിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു തർക്കം വരികയാണെങ്കിൽ ഹൈക്കമാൻഡ് നേരിട്ട് പറയുകയാണെങ്കിൽ MLA-മാരുടെ ഒരു പിന്തുണ KC വേണുഗോപാലിന് ഉണ്ടാകും എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിന് ഒരു നറുക്ക് വീണേക്കാം എന്നുള്ളതാണ്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായം ചോദിക്കുന്നു, അത് ഹൈക്കമാൻഡിന് കൊടുക്കുന്നു, ഹൈക്കമാൻഡ് അവസാനമായ തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ ഇതിന്റെ ഒരു രീതിയായിട്ട് പറയുന്നത്. അപ്പോൾ ആ രീതി തന്നെ ഇപ്രാവശ്യം തുടരുകയാണെങ്കിൽ MLA-മാരുടെ ഒരു സപ്പോർട്ട് ആർക്ക് എന്നുള്ളതാണ് സജീവമായി തന്നെ ഇപ്പോൾ UDF-ൽ നിൽക്കുന്ന ഒരു ചർച്ചയുള്ളത്. പക്ഷേ ഭൂരിപക്ഷം അല്ലെങ്കിൽ വിജയിച്ചു കയറുമെന്നൊരു ഉറപ്പില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ ഇതിനൊരു മാറ്റമുണ്ടാകുന്നില്ല. ഓരോ ദിവസവും പുതിയ ചർച്ചകളിലേക്ക് ഈ വിഷയം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ LDF-ഉം ഒരുപോലെ തന്നെ കോൺഫിഡൻ്റ് ആണ്. കാരണം സാമുദായികമായിട്ടുള്ള വോട്ടുകൾ അത് എങ്ങോട്ടേക്ക് മാറി എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ മധ്യ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ UDF ഒരു വിജയ പ്രതീക്ഷ അല്ലെങ്കിൽ സീറ്റുകൾ കണ്ടുവയ്ക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആർക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ 2021 തരംഗം ഉണ്ടായ സമയത്ത് അത് LDF-നൊപ്പം നിന്നു. അത് ഇപ്രാവശ്യം കൂട്ടത്തോടെ UDF-നൊപ്പം നിൽക്കും എന്നുള്ളതാണ് കരുതുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ചിത്രമെല്ലാം തന്നെ മാറി മറയാം. പക്ഷേ UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പുറത്തും സജീവമായും തകൃതിയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും ഇത്തവണത്തെ ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾക്ക് ആ ഒരു ഭംഗി കൂടിയുണ്ട്, ആ ഒരു സൗന്ദര്യം കൂടിയുണ്ട്. കാരണം ആരോട് ചോദിച്ചാലും കുറേയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, വിശകലനം നടത്തുന്നുണ്ടെങ്കിലും ആരിലേക്കായിരിക്കും ഇത് പോവുക, ഏത് മുന്നണി ഭരണം പിടിക്കും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. അതുതന്നെയാണ് ഈ കാത്തിരിപ്പിന്റെ ഒരു ബ്യൂട്ടിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.